വ്യാജമാണെന്ന് തെളിഞ്ഞ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയോ അതുപോലെ ആളുകളെ ഓൺലൈനായിട്ട് ട്രോളുകയോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ 5 ലക്ഷം ദിർഹം പിഴയും 5 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് അധികൃതർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യുഎയിൽ നമുക്കറിയാം, പ്രസിഡന്റിനെയോ യുഎയിലെ ഭരണാധികാരികളെയോ ഒക്കെ വിമർശിക്കുക, ആക്രമിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ വിമർശിക്കുക, ആക്രമിക്കുക, ഇതെല്ലാം കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ കിംവദന്തികൾ പ്രചരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പങ്കുവച്ചോ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുന്നതും കുറ്റകൃത്യമാണ്. പൊതുധാർമ്മികത ലംഘിക്കുകയോ പ്രായപൂർത്തിയാകാത്തവരെ അപമാനിക്കുന്നതോ വിനാശകരമായ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും അത് ഷെയർ ചെയ്യുന്നതും ഒക്കെ കുറ്റകൃത്യമാണ്. രാജ്യത്തെ കോടതികളിലൂടെയോ റെഗുലേറ്ററി ബോഡികളിലൂടെയോ ചർച്ചകളോ പൊതു സെഷനുകളോ വളച്ചൊടിക്കാനും പാടില്ല. അതുപോലെ തന്നെ ബോധപൂർവം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, വ്യാജമോ കെട്ടിച്ചമച്ചതോ ആയ രേഖകൾ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് തെറ്റായി ആരോപിക്കുക, അതുപോലെ ഒരു പൊതു ഉദ്യോഗസ്ഥന്റെയോ ഒരു പൊതു പ്രതിനിധി സ്ഥാനത്തുള്ള വ്യക്തികളുടെയോ പ്രവർത്തനങ്ങളെ വിമർശിക്കുക, ഇതെല്ലാം യുഎയിൽ കുറ്റകൃത്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കരുതി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 5 ലക്ഷം ദിർഹം വരെ പിഴയും 5 വർഷം വരെ തടവുമാണ് ലഭിക്കുക.